ഇപ്രാവശ്യം നമുക്കറിയില്ല, ഓണത്തിന് നോക്കിയോ നല്ല രീതിയിൽ തന്നെ പൂക്കൾക്ക് പൈസ കൂടാൻ ചാൻസ് ഉണ്ട്. അന്യ സംസ്ഥാനങ്ങളെയാണ്, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ. കാരണം ഓണത്തിന് ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ മുറ്റത്ത് ഞാൻ ചെയ്ത ചെറിയൊരു പൂക്കൃഷിയാണ്. കാരണം ഓണമൊക്കെയല്ല വരാൻ പോകുന്നത്. അപ്പം നമ്മൾ മലയാളികൾ കൂടുതലും പൂക്കളെ ആശ്രയിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളെയാണ്, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ. കാരണം ഓണത്തിന് ഒരുപാട് പൂവാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ ചെറിയൊരു രീതിയിൽ, നമുക്ക് ഈ പ്രാവശ്യം ഓണം ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ കുറച്ച് ബന്ദി, ജമന്തി, അതുപോലെ വാടാർമുല്ല ഇതൊക്കെ ഞാൻ കൃഷി ചെയ്തു. അപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ചെറിയൊരു സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും നല്ല രീതിയിൽ ഇതേപോലെ പൂക്കൃഷിയൊക്കെ ചെയ്ത് നല്ല സക്സസ്ഫുള്ളാകാം. ഈ പ്രാവശ്യം നമുക്കറിയില്ല, ഓണത്തിന് നോക്കിയോ നല്ല രീതിയിൽ തന്നെ പൂക്കൾക്ക് പൈസ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് സുഖമായിട്ട് കൃഷി ചെയ്യാം. അപ്പം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഓരോ പൂക്കളും. ഇത് നമ്മുടെ വാടാർ മുല്ല എന്ന് പറയുന്ന ഐറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന മാർക്കറ്റിൽ ഇതിന് നല്ല വിലയുണ്ട്. കിലോയ്ക്ക് 500-ൻ്റെ മേലോട്ടെങ്ങാണ്ട് വിലയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 600-700 കിലോയ്ക്ക് വില വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും നല്ല രീതിയിൽ നല്ലോണം പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാടുണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഒരുപാടുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതിനൊന്നും അധികം അങ്ങനെ വളമൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ നട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് നമ്മുടെ ഈ ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലി, ഇതും അത്യാവശ്യം നല്ല രീതിയിൽ പൂട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു അത്യാവശ്യം പൂക്കളൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇത് കണ്ടോ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ട്. നല്ല പൂക്കളാണ്, നല്ല തിക്നെസ് ഉള്ള പൂവാണ്. ശരിക്കും നമ്മൾ ഈ ഇവിടെ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന പൂ അവർ നല്ല വളമെല്ലാം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ വളവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഓണത്തിന് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ജമന്തി. ഇതൊരു 2-3 കളറിൽ ഉണ്ട്. മഞ്ഞ, ഇതൊരു ലാവാണ്ടർ കളർ. പിന്നെയുള്ള ഒരു വെറൈറ്റി പൂവാണിത്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. നമ്മുടെ ഈ സൂര്യകാന്തി പൂവിൻ്റെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള പൂവ്. റോസ പിന്നെ നമുക്ക് സാധാരണ അറിയാലോ. പിന്നെ നല്ല ഡാലിയ. ഇത് മഞ്ഞ കളറിലുള്ള ചെണ്ടുമല്ലിയാണ്. ഇത് ചില പൂവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. ചിലത് എട്ടല്ലിയൊക്കെ ആയിപ്പോയി. ഇതുണ്ട്, എട്ടല്ലി എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. ഇതധികം അങ്ങനെ തിക്നെസ് ഉണ്ടാവില്ല. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് ഞാനിങ്ങനെ അടുപ്പിച്ച് അങ്ങ് വിത്തിട്ടതാണ്. പിന്നെ പറിച്ച് നട്ടിട്ടൊന്നുമില്ല. ഇത് പറിച്ച് കുറച്ച് മാറ്റി മാറ്റി അകലത്തിൽ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് പൂടും. പിന്നെ നമ്മളങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് നമ്മുടെ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് പറിച്ച് മാറ്റി നടാത്തത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഹൈറ്റ് വെച്ച് പോയത്. ഇതിങ്ങനെ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഹൈറ്റ് വെച്ച് പോയത്. എന്തായാലും ഇതൊക്കെയാണ് പൂക്കളുടെ വിശേഷം. അപ്പം എന്തായാലും ഓണം എല്ലാവർക്കും നല്ല അടിപൊളി കളർഫുൾ ആവട്ടെ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം വിഷസ്.